നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ 2021 അപേക്ഷിച്ച് LDFന് ഇത്തവണ കുറഞ്ഞത് 14,567 വോട്ട്. അതെങ്ങോട്ട് പോയി എന്നത് ആര്യാടൻ ഷൗക്കത്തിനും PV അൻവറിനും ലഭിച്ച വോട്ടുകൾ പറയുന്നുണ്ട്. എങ്ങനെ പോയി എന്നതിലാണ് CPMൽ ചർച്ച. ഈ കുറവ് മുഴുവൻ പാർട്ടിയിൽ നിന്ന് ചേർന്നതാണെന്ന് പറയാനാകില്ല. കാരണം കഴിഞ്ഞ തവണ LDFന് വേണ്ടി മത്സരിച്ച PV അൻവർ തന്നെയാണ് ഇത്തവണ എതിരായി മത്സരിച്ചത്. വ്യക്തിപരമായി അന്ന് അൻവറിന് കിട്ടിയ വോട്ടുകൾ ഇത്തവണ കിട്ടാതിരിക്കാം. എന്നാലും കോട്ടയായി കണ്ടിരുന്ന നിലമ്പൂർ നഗരസഭയിലും പോത്തുകല്ല്, അമരമ്പലം പഞ്ചായത്തുകളിലും വോട്ടർ ചോർച്ചയുണ്ടായത് പാർട്ടിക്ക് കാണാതിരിക്കാനാവില്ല. മാത്രമല്ല, വഴിക്കടവിലെ ആദ്യ ബൂത്തായ തണ്ണിക്കടവിലെ അൻവറിനേക്കാൾ കുറവാണ് സ്വരാജിന്റെ വോട്ട്. അൻവറിന് 153 വോട്ട് കിട്ടിയപ്പോൾ സ്വരാജിന് 128 വോട്ടേ കിട്ടിയുള്ളൂ. ഇനി UDFുമായുള്ള വ്യത്യാസം നോക്കിയാലും പാർട്ടിയുടെ കരുത്തായ പഞ്ചായത്തുകളിൽ ഏറെ പിന്നോട്ട് പോയിട്ടുണ്ട്. അമരമ്പലത്ത് പല ബൂത്തുകളിലും ആര്യാടൻ ഷൗക്കത്തിന് സ്വരാജിനേക്കാൾ വലിയ വോട്ട് വ്യത്യാസമുണ്ട്. 251 വോട്ടിൽ 149 വോട്ട്, 259-ൽ 149, 263-ൽ 181 എന്നിങ്ങനെയാണ് ഇവിടെ ആര്യാടന് ഭൂരിപക്ഷം. പോത്തുകല്ല് പഞ്ചായത്തിൽ 101 ബൂത്തിൽ 163, 129 ബൂത്തിൽ 290, 132-ൽ 166, 135-ൽ 195, 136-ൽ 135 എന്നിങ്ങനെ ഷൗക്കത്തിന് ഭൂരിപക്ഷമുണ്ട്. ഇവിടെ സ്വരാജിന്റെ ബൂത്തായ മാങ്കൂത്ത് വെസ്റ്റിൽ ഷൗക്കത്തിനേക്കാൾ 40 വോട്ടിന്റെ കുറവുണ്ട്. LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിൽ 165 ബൂത്തിൽ ഷൗക്കത്തിന് 294 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. 194 ബൂത്തിൽ 243 വോട്ടാണ് അധികം. ഇവിടെ മറ്റു പല ബൂത്തുകളിലും സ്വരാജിനേക്കാൾ വലിയ വോട്ട് വ്യത്യാസം ഷൗക്കത്തിനുണ്ട്. 169-ൽ 150, 173-ൽ 170, 191-ൽ 268 എന്നിങ്ങനെ കരുളായി പഞ്ചായത്തിൽ മാത്രമാണ് LDFന് അല്പം ഭേദപ്പെട്ട നിലയുള്ളത്. വോട്ട് ചോർച്ചയുടെ കാരണം കണ്ടെത്താൻ പാർട്ടി ബൂത്തിലെ പഠനം തുടങ്ങിക്കഴിഞ്ഞെങ്കിലും അണികൾക്ക് ദഹിക്കുന്ന കാരണം കണ്ടെത്തുക എളുപ്പമല്ല. മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും MLAമാരും ദിവസങ്ങളോളം നിലമ്പൂരിനെ ഇളക്കിമറിച്ചിട്ട് കിട്ടിയ വോട്ടാണിത്. അപ്പോഴും അടിസ്ഥാന വോട്ടുകളിൽ കുറവുണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇത്തരം വാദങ്ങൾ കൊണ്ട് വോട്ടയടിക്കാൻ പാർട്ടിക്കാകില്ല. UDFന് മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 790 വോട്ടിന്റെ കുറവുണ്ട്. ഇത് പലതും അവരുടെ ശക്തി കേന്ദ്രങ്ങളിലാണ്. അത് തൽക്കാലം PV അൻവറിന്റെ എഫക്റ്റിന്റെ പേരിലും വിജയത്തിന്റെ പേരിലും ചർച്ചയാക്കാതെ പോകുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പ്രകടനം മതിയാകില്ല. BJPക്കാണെങ്കിൽ ഇത്തവണയും കെട്ടിവച്ച കാശ് പോയത് മിച്ചം. കേരള കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത സ്ഥാനാർത്ഥി ക്രിസ്ത്യൻ വോട്ടുകളിലെങ്കിലും പിടിക്കുമെന്ന് കരുതി. ആ തന്ത്രവും പാളി. വികസന വാദങ്ങൾ ഉയർത്തിയിട്ടും സുരേഷ് ഗോപിയും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെയും ഇറക്കിയിട്ടും 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ 53 വോട്ടിന്റെ വളർച്ചയെ അവർക്കുണ്ടായിട്ടുള്ളൂ. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നത്? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.